എമ്പുരാൻ്റെ ട്രെയിലർ ഡീകോഡ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്തിന് കേരളത്തിലേക്ക് 26 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു എന്ന് പറയുന്നൊരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. 2024 ഈ സിനിമ നടക്കുന്ന യൂണിവേഴ്സ് ഉണ്ടല്ലോ, അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണും. അത് വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷമായിരിക്കും. 3, സ്റ്റീഫൻ എന്തിനാണ് ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇവിടെ വന്ന് ഇങ്ങനെ പ്രതികരിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികളാവുമ്പോൾ ഒന്നുചേരും, വേർപിരിയും, അതൊക്കെ സ്വാഭാവികമല്ലേ. സോ തീവ്രവാദപരമായ കാര്യങ്ങൾ, മതത്തിൻ്റെ പേരിലുള്ള ഭിന്നിപ്പുകൾ, ഇതിനോടൊക്കെ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് സഹിക്കാൻ പറ്റാത്ത എന്തോ ഒരു കണക്ഷനുണ്ട്. പവർ, ഗ്രീഡ്, വെഞ്ചൻസ്, ഈ 3 കാര്യങ്ങളാണ് ഈ സിനിമയുടെ ട്രെയിലറിൽ നമ്മൾ കാണുന്ന വാക്കുകൾ. അധികാരം, അത്യാഗ്രഹം, പ്രതികാരം. അധികാരം സ്റ്റീഫൻ നെടുമ്പള്ളി ജതിൻ രാംദാസിന് നേടിക്കൊടുത്തു പോയതാണ്. പക്ഷേ ആ അധികാരം കൂടുതൽ വലിയ അധികാരമായി മാറണമെന്ന് അയാൾക്ക് ചിലപ്പോൾ അത്യാഗ്രഹം ഉണ്ടായേക്കാം. അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങൾക്കൊടുവിൽ ഒരുപക്ഷെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെയും സയ്യിദ് മസൂദിൻ്റെയും പേഴ്സണൽ വെഞ്ചൻസ് ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേഴ്സണൽ ആണ് കുട്ടി കാര്യങ്ങൾ എന്ന് പറയുന്ന പോലത്തെ ഒരു ക്ലൈമാക്സിലേക്ക് സിനിമ എത്തുന്നുണ്ടാവും. ഈ സിനിമയിൽ റെഡ് ഡ്രാഗൺ ഉള്ള ഡ്രസ്സ് ഇട്ടിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആൾ ആരാണ് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സിനിമയുടെ ടുവേർഡ്സ് ദ എൻഡ് അവർ കാണിക്കാൻ വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു കാര്യമായിരിക്കും. ആ ക്യാരക്ടർ റോൾ ചെയ്യുന്നത് ആരാണെങ്കിലും അയാൾക്ക് സിനിമയിൽ ഉടനീളം എന്തെങ്കിലും ചെയ്യാൻ പറ്റാൻ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം യക്കൂസ ഗ്യാങ്ങിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഗ്യാങ് ഇത് ഈ ഒരു സിനിമയിൽ തന്നെ ഓൾറെഡി കബൂഗ ഗ്യാങ്ങിനെ ചാരമാക്കി മാറ്റുന്നുണ്ട് നമ്മുടെ അബ്രാം ഖുറേഷി. അപ്പോൾ ഒരു സിനിമയിൽ ഒരു ഗ്യാങ്ങിനെ തീർക്കാനല്ലേ അവർ നോക്കുള്ളൂ. യക്കൂസ ഗ്യാങ് എന്ന് പറയുമ്പോൾ അവിടെ സാമുറായി സ്വാട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജാപ്പനീസ് പരിപാടിയാണ്, പോരാളികളുടെ ഒക്കെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ അത് കുറേയും കൂടി വലിയ സ്കെയിലിൽ ഗംഭീരമായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അത് മിക്കവാറും ഒരു തേർഡ് പാർട്ടിൽ വെച്ചിട്ട് യക്കൂസ ഗ്യാങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിരിക്കും ഈ സിനിമയിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷനിൽ ജസ്റ്റ് കാണിച്ചു വിടുകയായിരിക്കും. അപ്പോൾ ആ അഭിനേതാവ് ആരാണെങ്കിലും അഭിനേതാവിനെ കാണുമ്പോൾ ഒരു ത്രില്ലിനപ്പുറത്തേക്ക് പുള്ളിയുടെ ആ ഒരു എൻറ്റയർ സ്വാഗും പരിപാടിയും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാകാൻ ഈ സിനിമയ്ക്ക് സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, ട്രെയിലറിലേക്ക് വരുമ്പോൾ രാംദാസ് പറയുന്ന ഡയലോഗ് എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ, എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ എന്നുള്ളതാണ്. അതായത് ജതിൻ രാംദാസോ പ്രിയദർശിനിയോ ഒന്നും എൻ്റെ മക്കളായതുകൊണ്ട് എൻ്റെ പിന്തുടർച്ചക്കാരാവണമെന്നില്ല, പക്ഷേ എന്നെ പിന്തുടരുന്നത് ആരാണോ അയാളാണ് എൻ്റെ മക്കൾ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഇദ്ദേഹം ഒരു ക്രൗഡിനെ ഫേസ് ചെയ്ത് സംസാരിക്കുകയാണ്. ആ സമയത്ത് അവിടെ മഴ പെയ്യുന്നുണ്ട്. രാഷ്ട്രീയ വിശദീകരണ യോഗം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ഗാന്ധി പ്രതിമയും ലൈറ്റ് വെച്ച കാറുകളൊക്കെ പോകുന്ന കാണുന്നുണ്ട്. അപ്പോൾ അതൊരു പാസ്റ്റാണ് കാണിക്കുന്നത്. അതായത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഇൻട്രൊഡക്ഷൻ പരിപാടി, ഇയാൾ എങ്ങനെ കേരള രാഷ്ട്രീയത്തിലേക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു സീനിൽ നടക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ സ്റ്റേജിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എമ്പുരാനേ എന്നൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ക്യാരക്ടർ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു, കുട പിടിച്ച് ഷാജോൺ നിൽക്കുന്നു. ആ സമയത്ത് അവിടെ മഴ പെയ്യുന്നുണ്ട്. ആ സമയത്ത് കളർ നിങ്ങൾ നോക്കിക്കോളൂ. അതിനുശേഷം ലാലേട്ടൻ ഇതേ ബാക്ക് ഡ്രോപ്പുള്ള ഒരു സ്റ്റേജിലേക്ക് നടന്നു കയറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുറകിൽ മഴച്ചാറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ സ്റ്റീഫൻ നെടുമ്പള്ളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചടങ്ങിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ, എന്നെ പിന്തുടരുന്നവരാരാണ് അവരാണ് എൻ്റെ മക്കളെന്ന്. സോ 2 മക്കളും അല്ല തൻ്റെ രാഷ്ട്രീയ പിന്തുടർച്ച അവകാശികൾ എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ച് അദ്ദേഹം സ്റ്റീഫൻ നെടുമ്പള്ളി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതൊരു ഭയങ്കര പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രെയിലറിൽ അത് കഴിഞ്ഞ് ഗാന്ധിജിയെ കാണിക്കുന്നതും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഉദ്ദേശം അതേ സമയത്ത് തന്നെയാണ്. അതായത് ജതിൻ രാംദാസിനെ കാണിച്ചതിന് ശേഷമാണ് നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെ ഗോവർദ്ധൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഫോട്ടോ എടുക്കുന്ന ഒരു ഷോട്ട് നമ്മൾ കാണുന്നത്. ആ സമയത്ത് നിങ്ങൾ നോക്കിക്കോളൂ, മഴയുണ്ട്. ആ സമയത്ത് ഒരു കളർ ടോണും കൂടി നിങ്ങൾ നോക്കിക്കോളൂ. മിക്കവാറും സ്റ്റീഫൻ നെടുമ്പള്ളിയെ ഈ സ്റ്റേജിൽ PK രാംദാസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അന്ന് പത്രക്കാർക്കിടയിൽ ഫോട്ടോ എടുത്തുകൊണ്ട് ഗോവർദ്ധനുണ്ട്. ഈ 3 ഷോട്ടുകളും പലയിടത്തായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അതൊരൊറ്റ സീനിൻ്റെ ഭാഗമാണെന്നാണ് തോന്നുന്നത്. ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിക്കൊണ്ട് PK രാംദാസ് തൻ്റെ കയ്യിലിരുന്ന മണ്ഡലമായ നെടുമ്പള്ളി എന്ന് പറയുന്ന ആ മണ്ഡലം അവിടെ സ്റ്റീഫനെ വാഴിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിലറിൽ കാണുന്ന ഒരു ഷോട്ട് എന്ന് പറയുന്നത് കുറച്ച് തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദികൾ അവരിങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട്. ഒരു പഴയ ട്രക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൻ്റെ അപ്പുറം കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. ഒരു വണ്ടി കത്തി നശിച്ച് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ 2 സൈഡിലായിട്ട് SUVകൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനടുത്ത് അത്യാവശ്യം തോക്കുമായിട്ട് തന്നെ വേറൊരു ഗ്രൂപ്പ്, നമ്മൾ ഈ പറയുന്ന സയ്യിദ് മസൂദ് ഗ്യാങ് എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പിനെ നമുക്ക് കാണാൻ പറ്റും. ആ ലോറിയിൽ നിന്ന് കുറച്ച് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ ലോറി നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ട്രെയിലറിൽ പലയിടത്തായിട്ട് ഈ ഒരു സിമിലർ ലോറി വിത്ത് സിമിലർ വണ്ടികൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു മരുഭൂമിയിലൂടെയൊക്കെ അവരിങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാം. അതിനെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് സയ്യിദ് മസൂദ് എന്ന് പറയുന്ന കുട്ടി സയ്യിദ് മസൂദ് പോകുന്ന ആ ഒരു ട്രക്കാണ്. അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ
തോക്കൊക്കെ കൈ പിടിച്ചിട്ട് തീവ്രവാദികൾ ഇരിപ്പുണ്ട്, കുറേ കുട്ടികൾ ഇരിപ്പുണ്ട്. ഈ കുട്ടികൾ മുഴുവൻ തലവഴി തുണിയൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. ഈ സയ്യിദ് മസൂദ് എങ്ങനെയാണ് ഈ തീവ്രവാദ സംഘങ്ങളുടെ കയ്യിൽ വന്ന് പെടുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെയുണ്ട്. എന്തായാലും അങ്ങനെ ഈ ട്രക്കുകളിലാക്കി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയായിരുന്ന ഈ കുട്ടികളെ അബ്രാം ഖുറേഷി അടങ്ങുന്ന ആൾക്കാർ രക്ഷിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ അവരെ രക്ഷിക്കുക എന്നുള്ളതായിരിക്കില്ല ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആ പറയുന്ന ജിഹാദി ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇയാൾ അവിടെ വന്നിട്ടുണ്ടാവുക. US-ൻ്റെ കൊടിയൊക്കെയുള്ള ഒരു ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ഡയലോഗാണ് ശത്രുവിൻ്റെ ശത്രു മിത്രമാണ് എന്നുള്ളത്. സോ ജിഹാദികളുടെ അല്ലെങ്കിൽ ഡ്രഗ്സ് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒക്കെ ശത്രുവായി അബ്രാം ഖുറേഷി നിൽക്കുമ്പോൾ അബ്രാം ഖുറേഷിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരുപക്ഷെ US തയ്യാറാവുന്നുണ്ടാവും. എനിവേ, ആ പൊട്ടിക്കിടക്കുന്ന പഴയ ട്രക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന ആ പഴയ ട്രക്കിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാരിൽ ഒരാൾ സയ്യിദ് മസൂദാണ്, എന്നുവെച്ചാൽ കുട്ടി. അത് കഴിഞ്ഞ് നമ്മുടെ ജതിൻ രാംദാസിൻ്റെ പാർട്ടി മീറ്റിംഗ് ആണ് നമ്മൾ കാണുന്നത്. അനുസ്മരണ സമ്മേളനം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു പരിപാടിയുടെ ഉദ്ദേശം അനുസ്മരണമല്ല എന്നുള്ളത് പിന്നീട് അങ്ങോട്ടുള്ള ഷോട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും സംസ്ഥാനത്തിനെയും നിരന്തരം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല എന്ന് ജതിൻ രാംദാസ് പറയുന്നുണ്ട്. മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളല്ല എങ്കിൽ പിന്നെ ഒപ്പം നിന്ന് മിത്രങ്ങളായിരിക്കണം എന്നല്ലേ. ടോവിനോയുടെ ഡ്രസ്സ് നോക്കുകയാണെങ്കിലും ഒരു ഗ്രേ ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. അതിനെക്കുറിച്ച് പല തിയറികളും എയറിലുണ്ട്. ഞാനതിനെ നോക്കി കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു സമ്മേളനം നടക്കുന്ന സ്റ്റേജ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള ഷോട്ടുകൾ ട്രെയിലറിൽ പലയിടത്തും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു പോലീസുകാരൻ ഒരു ബ്ലാക്ക് കാറ്റ്, ഒരു പോലീസുകാരൻ ഒരു ബ്ലാക്ക് കാറ്റ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ടോവിനോ തോമസ് ഒരു വലിയ ബിൽഡിങ്ങിൽ ഇങ്ങനെ നടന്നിറങ്ങി വരുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ പുറകിൽ 2 തോക്ക് ധരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ പറ്റും. അതായത് തോക്ക് ധരിച്ച ഇപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആളുകൾ പോലത്തെ ആളുകളല്ല, ഗവൺമെൻറ് സ്റ്റാഫ് നമുക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇയാൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. ഒരു പക്ഷേ MP ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കൊക്കെ വളരാൻ പാകത്തിന് അയാൾ മുന്നോട്ട് പോകുന്നുണ്ടാവും. ഈ പാർട്ടിയോടും നാടിനോടും ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്ന് ഫസ്റ്റ് പാർട്ടിൽ ലൂസിഫർ സിനിമയിൽ പറഞ്ഞിട്ടുള്ള അതേ ജതിൻ രാംദാസ് ആണ് പാർട്ടിയിൽ കൂടുതൽ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരുമ്പോൾ സ്വാഭാവികമായും അയാൾ കുറേ അധികം അത്യാഗ്രഹിയാവില്ലേ. ഇനി ആ പാർട്ടി സമ്മേളനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പോലീസുകാരൻ ഒരു ബ്ലാക്ക് കാറ്റ്, ഒരു പോലീസുകാരൻ ബ്ലാക്ക് കാറ്റ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്ന എല്ലാവരും IUFൻ്റെ കൊടികൾ ഇങ്ങനെ പാറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വരുന്നത് ചില്ലറക്കാരനല്ലെന്നോ മറ്റോ നമ്മുടെ സായ് കുമാർ പറഞ്ഞു കഴിയുമ്പോൾ 2 ഫ്ലാഗ് ഇങ്ങനെ വരുന്നുണ്ട്. അഖണ്ഡ ശക്തി മോർച്ച എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഫ്ലാഗാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ട്രെയിലറിൽ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കഥാപാത്രം പ്രസംഗിക്കുന്നുണ്ട്. കേരളത്തിലെ കപട മതേതരവാദികളൊക്കെ ഞെട്ടാൻ പോകുന്നൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഈ ASM എന്ന് പറയുന്ന പാർട്ടിയുടെ ഫ്ലാഗ് ഇങ്ങനെ വരികയാണ്. ഈ വരുന്നത് ഈ പറയുന്ന IUFൻ്റെ പാർട്ടി സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് ആ പാർട്ടി പ്രവർത്തകരുടെയൊക്കെ തലയുടെ മുകളിൽ കൂടിയാണ്. ASM അതായത് അഖണ്ഡ ശക്തി മോർച്ച പാർട്ടി അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി ഓടി IUFൻ്റെ പരിപാടി നടക്കുന്നിടത്ത് കയറുമൊന്നുമില്ല, നല്ല ഇടി കിട്ടും. അപ്പോൾ അവിടെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഈ പറയുന്ന ടൊവിനോ അവതരിപ്പിച്ചിരിക്കുന്ന ജതിൻ രാംദാസ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അറിവോടുകൂടി തന്നെ ആയിരിക്കാം. കാരണം ടൊവിനോ ഇങ്ങനെ ജസ്റ്റ് സ്റ്റേജിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ അദ്ദേഹം പുറത്തേക്ക് നോക്കുകയാണ്, വരാൻ പോകുന്നൊരു കാര്യത്തിന് വരട്ടെ, എല്ലാവരും ഇത് കാണട്ടെ എന്ന് പറയുന്ന ഒരു ഭാവം അയാളുടെ മുഖത്തുണ്ട്. സോ IUF ആ ഒരു സ്മൃതി സമ്മേളനത്തിൽ വെച്ച് ASMുമായി കൈകോർക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മാത്രമല്ല ഇത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ IUFൻ്റെ കൊടികളുടെ മുകളിൽ കൂടി തന്നെയാണ്, ജസ്റ്റ് IUFൻ്റെ കൊടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ മുകളിൽ കൂടി തന്നെയാണ് ഈ പറയുന്ന ASMൻ്റെ ഫ്ലാഗ് വരുന്നത്. അഖണ്ഡ ശക്തി മോർച്ച എന്തുകൊണ്ടാണ് സ്റ്റീഫൻ നെടുമ്പള്ളിക്കും സയ്യിദ് മസൂദിനും ഒരു പ്രധാന സംഭവമായിട്ട് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. നമ്മൾ അമീർ ഖാൻ്റെ സഹോദരിയായിട്ടുള്ള നിഖത് ഖാൻ ഹെഡ്ഗെ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ സുഭദ്ര ബെൻ അവരെ കാണുന്നുണ്ട്. സുഭദ്ര ബെൻ എന്ന് പറയുന്ന ബെൻ എന്നൊക്കെ പറയുന്നത് ഒരു ഗുജറാത്തി ഫാമിലി നെയിമായിട്ട് പലയിടത്തും കണ്ടൊരു ഓർമ്മയുണ്ട്. മിക്കവാറും ഗുജറാത്തിൽ നടക്കുന്നൊരു സംഭവം തന്നെയായിരിക്കാം. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം ഒരു കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ അവർ പറയുമ്പോൾ അവരുടെ മുമ്പിൽ കുറച്ച് ആളുകൾ നിൽപ്പുണ്ട്. മിക്കവാറും മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരുമാണ്. അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിൽ നമുക്ക് കുഞ്ഞ് സയ്യിദ് മസൂദിനെ കാണാൻ പറ്റും. സയ്യിദ് മസൂദിൻ്റെ തൊട്ടടുത്തായിട്ട് സഹീർ മസൂദ് അദ്ദേഹത്തിൻ്റെ അനിയനെ നമുക്ക് കാണാൻ പറ്റും. മസൂദ് ഇയാളുടെ അച്ഛൻ ക്യാരക്ടറിനെ നമുക്ക് കാണാൻ പറ്റും. ഈ അച്ഛൻ ക്യാരക്ടറിനെ ഒരു വടി കുത്തിപ്പിടിച്ച് ഭയങ്കര ആശങ്കയോടുകൂടി നിൽക്കുന്ന ഒരു ഷോട്ട് നമ്മൾ കാണുന്നില്ലേ? എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സയ്യിദ് മസൂദിൻ്റെ സ്വപ്നങ്ങളിൽ അയാൾ വീണ്ടും കാണുന്ന അയാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ഭീതിയെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി അയാളൊരു
ട്രോമാറ്റിക് മെമ്മറി ഉണ്ടല്ലോ, അങ്ങനെ കാണിക്കുന്ന ഒരു ഷോട്ടായിരിക്കും എന്നാണ്. അത് കണ്ട് ഒരു പക്ഷേ സയ്യിദ് മസൂദ് ഞെട്ടി ഉണരുന്ന പോലത്തെ ഷോട്ടോ ഒക്കെ വരാനുള്ള ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട്. എനിവേ, അവിടെ ഇവർ അഭയം പ്രാപിച്ച് വന്നിരിക്കുകയാണ്. കാരണം ഇവരുടെ കയ്യിൽ വേറെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ജീവിക്കാനുള്ള സാധനങ്ങളൊക്കെ കയ്യിലെടുത്ത് അവർ ഓടി വന്നതാണെന്ന് കണ്ടാൽ മനസ്സിലാവും. സുഭദ്ര ബെന്നിൻ്റെ ആ വീട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു വലിയ വീടാണ്. അവിടെ തോക്ക് ധരിച്ചിട്ടുള്ള കുറേ ആളുകളുണ്ട്. അവരൊരു വളരെ ശക്തയായ ആ സ്ഥലത്തെ പ്രബലയായിട്ടുള്ള ഒരു ഹിന്ദു വംശജയായിട്ടുള്ള സ്ത്രീ തന്നെയായിരിക്കും. മുസ്ലിങ്ങളായിട്ടുള്ള ഇവരെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകത അവർക്കുണ്ടാവുന്നത് ഒരു കലാപം ഉണ്ടാവുകയും അവിടെ നിന്ന് മുസ്ലിം വംശജരായിട്ടുള്ള ആളുകൾ രക്ഷപ്പെട്ട് ഓടി വരികയും ചെയ്തതായിരിക്കാം. ആ കലാപ സാധ്യതകളെ സൂചിപ്പിക്കുന്ന പല രംഗങ്ങളും നമുക്ക് ട്രെയിലറിൽ പലയിടങ്ങളിലായിട്ട് കാണാൻ പറ്റും. നമ്മുടെ സയ്യിദ് മസൂദും കുഞ്ഞ് സഹീർ മസൂദും പിന്നെ ആ ഫാമിലിയും ഒക്കെ ഒരു ട്രാക്ടറിൽ കയറി രക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ട്രാക്ടറിൽ കയറി അവർ രക്ഷപ്പെടുന്നത് ഈ സുഭദ്ര ബെന്നിൻ്റെ ക്യാരക്ടർ അവരെ കൊണ്ടുവരുന്നതായിരിക്കാം. അഭിമന്യു സിംഗിൻ്റെ ക്യാരക്ടർ മറ്റേ വീടൊക്കെ കത്തിച്ച് അങ്ങനത്തെ ഒരു ഷോട്ട് നമ്മൾ കാണുന്നില്ലേ. അപ്പോൾ ഈ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ചെന്ന് അവരെ ആക്രമിച്ച് അവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നിന്നിരുന്നൊരു ഘട്ടത്തിൽ അവിടെ നിന്ന് സുഭദ്ര ബെന്നിൻ്റെ ആളുകൾ അവരെ രക്ഷിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം. പക്ഷേ അവിടെ വെച്ചും അവർ ആക്രമിക്കപ്പെടുന്നുണ്ട്. അഭിമന്യു സിംഗിൻ്റെ ക്യാരക്ടർ ഈ വീട് മറ്റേ ട്രാക്ടർ വെച്ച് കുത്തിപ്പൊളിക്കുന്നതും അതിനുശേഷം ആളുകൾ ഓടി വരുന്നതും അവിടെ തീയിട്ട് നശിപ്പിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കേണ്ടത് ടീസറിൽ കണ്ടിട്ടുള്ള ഒരു ഷോട്ടാണ്. ദൂരെ ഒരു വീട് ഇങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ കൈ പിടിച്ചിട്ട് കുട്ടി സയ്യിദ് മസൂദ് കരയുന്ന ഷോട്ടാണ്. സഹീർ മസൂദും അന്ന് മരിക്കുന്നുണ്ടാവാം. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ ട്രക്കിൽ സയ്യിദ് മസൂദിനെ കൊണ്ടുപോകുന്ന ആ ഷോട്ടിൽ അവിടെ സഹീറിനെ നമ്മൾ കാണുന്നില്ല. പിന്നെ അവർ പുറത്ത് വിട്ടിട്ടുള്ളൊരു പാട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് എന്ന് പറയുന്ന ആ ഒരു മീനിങ് വരുന്നുണ്ട്. സോ എല്ലാം നഷ്ടപ്പെട്ട് അവിടുന്ന് സ്വന്തം ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് ഓടേണ്ടി വന്ന ഒരു 10-14 വയസ്സുള്ള ഒരു പയ്യൻ എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ പകയുണ്ടാവും, സങ്കടം ഉണ്ടാവും, എന്ത് ചെയ്യണമെന്നുള്ള ആശങ്കകൾ ഉണ്ടാവും. അങ്ങനെ ഒരു പയ്യനെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ തീവ്രവാദ സംഘടനകൾക്ക് പെട്ടെന്ന് പറ്റും. പിന്നെ നമ്മൾ കാശ്മീർ പോലൊരു സ്ഥലത്ത് വെച്ചിട്ട് ആകാശത്തേക്ക് വെടിവെക്കുന്ന തീവ്രവാദികളെ കാണുന്നില്ലേ. ആ തീവ്രവാദികളുടെ ഇടയിൽ കൂടി സൂം ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞ് സയ്യിദ് മസൂദിനെ അവിടെ കാണാൻ പറ്റും. സോ അയാൾ ഈ തീവ്രവാദികളുടെ മിലിറ്റൻസിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ എന്തായാലും എത്തുന്നുണ്ട്. അവിടെ വെച്ച് ഒരു പക്ഷേ പേടിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ വിദ്വേഷ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല, ഞാൻ മനുഷ്യരെയും കണ്ടിട്ടുണ്ട് അക്കൂട്ടത്തിൽ എന്നുള്ള ചിന്തയോടുകൂടി നിൽക്കുന്ന സമയത്തായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്ന വഴിയിൽ അബ്രാം ഖുറേഷി രക്ഷപ്പെടുത്തുകയും സയ്യിദ് മസൂദ് അയാൾക്കൊപ്പം നിൽക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുക. ഇതിൻ്റെ ഇടയിൽ ട്രെയിലറിൽ ഈ മനുഷ്യ ജീവനേക്കാൾ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എന്ന് മഞ്ജു വാര്യർ പറയുന്ന ഒരു ഡയലോഗ് കേൾക്കുന്നുണ്ട്. ആ സമയത്ത് അവർ നിൽക്കുന്ന സ്റ്റേജിൽ എഴുതിയിരിക്കുന്നത് നെടുമ്പള്ളി ഡാം സംരക്ഷണ സമിതി എന്നുള്ളതാണ്. സോ നെടുമ്പള്ളി എന്ന് പറയുന്ന സ്ഥലം നമ്മൾ കാണുന്നതാണ്, ഒരു ഹൈ റേഞ്ച് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ഡാം ഉണ്ട്. ആ ഡാം പൊട്ടുന്നൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. മിക്കവാറും നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെയൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അവിടെ നമ്മൾ ലൂസിഫർ എടുത്ത് നോക്കുകയാണെങ്കിൽ അയാളുടെ കൂടെ കൊല്ലാനും ചാകാനും നടക്കുന്ന ആ നാട്ടിലെ ചെറുപ്പക്കാരെ നമ്മൾ കാണുന്നുണ്ട്. മിക്കവാറും ആ ഡാമിന് വഴി കാണിച്ചു കൊടുത്ത ആളുടെ പിന്മുറക്കാർ എന്നൊക്കെ പറയുന്നത് പോലെ അവരെയും കൂടെ ചേർത്ത് നിർത്തിയ സ്റ്റീഫൻ നെടുമ്പള്ളി, അങ്ങനത്തെ ഒരു റീഡിങ്ങിനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അവിടുത്തെ ഡാം ഒരു പ്രശ്നകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഭരിക്കുന്ന പാർട്ടി എന്തായിരിക്കും പറയുക, അതൊന്നും സാരമില്ല, നമ്മളെല്ലാം നോക്കിയിട്ട് ഒന്നും ടെൻഷൻ അടിക്കേണ്ട എന്നാണ്. പക്ഷേ അവിടുത്തെ ആളുകളുടെ ജീവനെക്കുറിച്ചുള്ള ആശങ്കകളുണ്ടല്ലോ, ആ ആശങ്കകൾ പരിഗണിച്ചുകൊണ്ട് അവർക്കൊപ്പം നിന്ന് പോരാടാൻ പ്രിയദർശിനി ഇറങ്ങിത്തിരിക്കുന്നുണ്ടാവും. ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ജതിൻ രാംദാസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന രക്തബന്ധത്തിനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ഈ ഡാമിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനമാണ് എന്നുള്ള രീതിയിൽ അവർ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടത്തക്ക രീതിയിൽ അല്ലെങ്കിൽ രണ്ട് വഴിക്ക് പോകുന്നു എന്ന് പറയുന്ന അങ്ങനെ സൂചിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം. പിന്നെ നമ്മൾ അഭിമന്യു സിംഗ് അവതരിപ്പിച്ചിട്ടുള്ള ബൽരാജ് എന്ന് പറയുന്ന ക്യാരക്ടർ ഈ മനുഷ്യരൊന്നും ജീവിക്കാൻ അർഹതപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ട് മുന്നിൽ വരുന്ന ആളുകളൊക്കെ വെടിവെച്ച് കൊല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് സുഭദ്ര ബെന്നിൻ്റെ വീട് ആക്രമിച്ച് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം വംശജരായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെയൊക്കെ കൊന്നൊടുക്കുന്ന രംഗമായിരിക്കാം ഇത് കാണിക്കുന്നതിൻ്റെ ഇടയിൽ. പക്ഷെ തുടക്കം മുതൽ അവരൊരു പേരിനെ ഭയപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. മിക്കവാറും അബ്രാം ഖുറേഷിനെ ആയിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഈ ഡ്രഗ്സ് കടത്തുന്ന ആളുകളും ജിഹാദി ഗ്രൂപ്പുകളും ഒക്കെ അയാളെ പേടിച്ചിരുന്നു അല്ലെങ്കിൽ അയാളെ ഇഷ്ടമല്ലായിരുന്നു, അയാൾക്കെതിരാണ് എന്നുള്ള രീതിയിലാണ് ഖുറേഷി അബ്രാമിനെ കുറിച്ച് പറയുന്നത്. KA എന്നാണ് പറയുന്നത്, അത് ഖുറേഷി അബ്രാമാണ്. അത് കഴിഞ്ഞ് കുറേ ഡ്രഗ്സ് കുറേ ആൾക്കാർ ഇങ്ങനെ പാക്ക് ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ലേ. തൊട്ടടുത്തായിട്ട് 2 വലിയ ട്രക്കുകളും അതിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് കുറച്ച് എസ്കോട്ട് വണ്ടികളും നമ്മൾ കാണുന്നുണ്ട്. ഫ്രണ്ടിൽ 3 ബാക്കിൽ 2 വണ്ടികൾ. പിന്നീട് ഇതേ ട്രക്ക് തന്നെ വെടിവെച്ച് പൊട്ടിച്ച് തകർക്കുന്ന ഷോട്ടുകൾ പല ആംഗിളിൽ നിന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ ട്രക്കുകളെ അവർ ആക്രമിക്കുന്നത് ഹെലികോപ്റ്റർ വെച്ചിട്ടാണ്. അത് കബൂഗ ഗ്യാങ്ങിൻ്റെ തന്നെയാണ്. കബൂഗ ഗ്യാങ്ങിൻ്റെ ഈ ലഹരി കടത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ആ പരിപാടികൾ മുഴുവൻ ഇയാൾ വെണ്ണീറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫൈറ്റർ ഹെലികോപ്റ്റേഴ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്.
കാരണം ഈ കബുക ഗ്യാങ്ങിലുള്ള ആൾക്കാരിൽ ഒരാൾ മുകളിലേക്ക് നോക്കിയാണ് വെടിവെക്കുന്നത്. മുകളിലാണെങ്കിൽ ഹെലികോപ്റ്റർ ആയിരിക്കണമല്ലോ. മാത്രമല്ല ഹെലികോപ്റ്റർ നിന്ന് വെടിവെച്ച് പൊട്ടിച്ച് തകർക്കുന്ന വേറെ ആംഗിളിൽ നിന്നുള്ള ഷോട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമുക്ക് ഇതേ ഖുറേഷി അബ്രാമിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള ഷോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ വെടിവെച്ച് പൊട്ടിച്ച് തകർത്ത് കഴിയുന്ന സമയത്ത് അവിടെ വിദേശികളായിട്ടുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഒരാളെ ഗൺ പോയിന്റിൽ നിർത്തുന്നതും നമ്മൾ കാണുന്നുണ്ട്. കബുക ഗ്യാങ്ങിൻ്റെ ഇങ്ങനത്തെ ഒരു ഷിപ്മെൻറ്റ് തകർത്ത് കഴിഞ്ഞാൽ അയാൾ വെറുതെ ഇരിക്കുമോ? എന്തായാലും കബുകയെ നമ്മൾ കാണുന്നുണ്ട്. അയാളുടെ പുറകിൽ ആൾക്കാർ നിൽക്കുന്നതും അവരിങ്ങനെ ഗൺ ഫയർ ചെയ്യാൻ പാകത്തിന് റെഡിയായി നിൽക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ പുള്ളിനെ ഇവർ ബോംബ് വെച്ച് തകർക്കുന്നുണ്ടാവും. കാരണം ഒരു പള്ളിയാണ് നമ്മൾ ടീസറിൽ മെയിനായിട്ട് കാണുന്നത്. ആ പള്ളി തകർന്ന് കിടക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ പുറത്ത് പോലീസുകാർ ഇൻ്റർപോളിൻ്റെ ആളുകളൊക്കെ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് മുഴുവൻ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ട്രെയിലറിൻ്റെ തുടക്കത്തിൽ ഒരു എല്ല് ഇങ്ങനെ നിൽക്കുന്നതും അതിൻ്റെ അടുത്ത് ആൾക്കാർ നിൽക്കുന്നതും കണ്ടില്ല. അത് എല്ലല്ല, ഒരു പള്ളിയുടെ കുരിശിൻ്റെ ഒരു കഷ്ണം ഒടിഞ്ഞു വീണിരിക്കുകയാണ്. പക്ഷേ ആ പള്ളി ഫുള്ളായിട്ട് നമ്മൾ ഇതിൻ്റെ ടീസറിൽ കാണുന്നുമുണ്ട്. ഈ കുരിശൊക്കെ കറക്റ്റായിട്ട് അവിടെ നിൽപ്പുണ്ട്. ആ കുരിശ് ഇടിഞ്ഞ് വീണെങ്കിൽ പള്ളി അങ്ങനെ ഷെയ്ക്ക് ആവണമല്ലോ. പള്ളിക്കകത്ത് ബോംബ് പൊട്ടുന്നൊരു ഷോട്ടും നമ്മൾ കാണുന്നുണ്ട്. ഈ പള്ളിക്കകത്ത് കബൂക ഗ്യാങ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പുള്ളി മരിച്ചു എന്ന് ഞാൻ എങ്ങനെ ഉറപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ ഒരു ഷോട്ടുണ്ട്. പള്ളിയുടെ പൊളിഞ്ഞ അവശിഷ്ടങ്ങളൊക്കെ ഇല്ലേ, അതിലൊരു മാല ഇങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ട്. ആ മാലയിൽ ഒരു ലോക്കറ്റ് ഉണ്ട്. ആ ലോക്കറ്റാണ് കബൂകയുടെ കഴുത്തി കിടക്കുന്നത്. സോ പുള്ളീനെ വെറും ചാരമാക്കി മാറ്റുന്നുണ്ട് മിസ്റ്റർ ഖുറേഷി അബ്രാം. പിന്നെ ഈ ഖുറേഷി അബ്രാം എന്ന് പറയുന്ന പേരിൽ ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ കണ്ടത് ഇയാളുടെ പേര് ഖുറേഷി അബ്രാം എന്നുള്ളതല്ല. അബ്രാം എന്ന് പറയുന്നത് ഒരു പിതാവ്, വലിയൊരു സ്ഥാനത്ത് നിൽക്കുന്ന ആൾ എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് അതിന് വരുന്നത്. ആ ഒരു അർത്ഥത്തിൽ ഇവരെല്ലാവരും ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരാൾ എന്നൊരു മീനിങ് ആയിരിക്കണം ആ പേരിന്. അല്ലെങ്കിൽ ആ ഖുറേഷി അബ്രാം എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേര് പോലെ ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഒരുപാട് വയലൻറ്റ് രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മസൂദ് ഫാമിലിയെ ഇവർ ഫുൾ ആക്രമിക്കുന്നതും അങ്ങനത്തെ കുറേ ഷോട്ടുകൾ, ഒരു ഗർഭിണിയൊക്കെ കാണിക്കുന്നുണ്ട്. ഗുജറാത്ത് കലാപങ്ങൾ, ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടെ ഗർഭിണി കൂടി വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല പൃഥ്വിരാജ് അത്രയും ക്രൂവലായിട്ടുള്ള വയലൻസ് സീക്വൻസുകൾ സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്യുമെന്ന് നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ വളരെ ക്രൂരമായി അവർ ആക്രമിക്കപ്പെടുന്നുണ്ട്. അത്തരം ഷോട്ടുകൾ നമ്മൾ കാണും. ജാൻവി അല്ലാതെ ഈ ലോകത്ത് രക്തബന്ധം എന്ന് എനിക്ക് പറയാൻ ഒരാൾ മാത്രമേ ഉള്ളൂ അങ്കിൾ എന്നൊക്കെ നമ്മുടെ മഞ്ജു വാര്യരുടെ പ്രിയദർശിനി എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. മിക്കവാറും പീതാംബരൻ എന്ന് പറയുന്ന നന്ദു അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിനോടായിരിക്കും അത് പറയുന്നുണ്ടാവുക. അയാൾ വിശ്വസ്തനായി, പാർട്ടിക്ക് വിശ്വസ്തനായി, PKR വിശ്വസ്തനായി നിന്നിരുന്ന ഒരാൾ തന്നെയാണ്. അയാൾ അവസാനം വരെ അങ്ങനെ ആയിരിക്കാം. ഒരുപക്ഷെ അയാളെ അറസ്റ്റ് ചെയ്യുന്നത് സിനിമയിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം നന്ദു ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിലൂടെ നടന്നു വരുന്നത് കാണുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു മഞ്ജു വാര്യരുടെ ക്യാരക്ടറിനോടൊപ്പം പോകുന്നതായിരിക്കുമെന്ന്. ഒരു പക്ഷേ മഞ്ജു വാര്യറിൻ്റെ ക്യാരക്ടറിനെ ടൊവിനോയുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ ഈ പറയുന്ന ലയനം സംഭവിക്കുമല്ലോ, മറ്റേ കാവിക്കുടിയും IUFും തമ്മിൽ കൈകോർക്കുന്ന സമയത്ത് കുറേ ആളുകൾ ഒതുക്കേണ്ടി വരും. അങ്ങനെ ഒതുക്കേണ്ടി വരുന്ന ആൾക്കാരിൽ നന്ദു അവതരിപ്പിക്കുന്ന കഥാപാത്രവും പ്രിയദർശിനി എന്ന് പറയുന്ന കഥാപാത്രവും ഒക്കെ ഉണ്ടാവാം. എന്തായാലും എനിക്ക് രക്തബന്ധമായി ഒരാളും കൂടിയേ ഉള്ളൂ എന്ന് പ്രിയദർശിനി പറയുന്നത് ജതിൻ രാംദാസിനെ ആയിരിക്കും. ആൻഡ് ജതിൻ രാംദാസ് വേഴ്സസ് പ്രിയദർശിനി എന്ന് പറയുന്ന പോലത്തെ ഒരു ഷോട്ട് നമ്മൾ ട്രെയിലറിൽ കാണുന്നുണ്ട്. ആ ഷോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർക്കിടയിൽ 2 വരിയുള്ള ഒരു തൂണുണ്ട്. അവർ 2 വഴിക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ. മഞ്ജു വാര്യർ ധരിച്ചിരിക്കുന്നത് കറുത്ത സാരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ വെള്ള സാരി ഉടുത്ത് പല ഷോട്ടുകളിലും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ബ്ലാക്ക് സാരി അതൊരു ട്രാൻസ്ഫോർമേഷൻ പരിപാടിയാണ്. അവിടെ ലൂസിഫർ ഇമ്പാക്റ്റ് തന്നെയാണുള്ളത്, അല്ലെങ്കിൽ ചെകുത്താനാണ് അവരോടൊപ്പം നിൽക്കുന്നത് എന്ന് പറയുന്നൊരു സൂചനയായിരിക്കാം. ആൻഡ് ഇവരുടെ 2 പേരും ഇങ്ങനെ നിൽക്കുമ്പോൾ സൈഡിൽ ഇപ്പോൾ ടൊവിനോയുടെ സൈഡിലായിട്ട് ഒരു കടുവയുടെ പ്രതിമ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ പറന്നുയരുന്ന ഒരു പരുന്ത് എന്നൊക്കെ പറയുന്ന പോലെ തോന്നും. പക്ഷെ അത് മാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സാനിയ അയ്യപ്പൻ്റെ ഒരു ഷോട്ടുണ്ട്, പുള്ളിക്കാരി ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത് സെയിം സ്ഥലത്താണ്. അപ്പോൾ ഇപ്പുറത്തുള്ളത് കടുവയും ഇപ്പുറത്തുള്ളത് മാനുകളുടെ പ്രതിമകൾ ഒരുമിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ അത് ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ പറക്കാൻ നിൽക്കുന്ന പരുന്തിനെ പോലെ തോന്നുന്നതായിരിക്കാം. എന്തായാലും അവർ 2 വഴിക്ക് പോവാണ്. കൃത്യവും വ്യക്തവുമായി അവർ 2 വഴിക്ക് പോകുന്നുണ്ട്. അതിനെ സൂചിപ്പിക്കുന്ന ഒരു ഷോട്ടായിട്ടാണ് തോന്നിയത്. നമ്മളറിയാത്ത എന്തോ ഒന്ന് സ്റ്റീഫൻ്റെ കഥയിലുണ്ട് എന്ന് ടൊവിനോയുടെ ക്യാരക്ടർ പറയുമ്പോൾ ഞാൻ സ്റ്റീഫൻ്റെ അനിയന എന്നൊക്കെ ജതിൻ രാംദാസ് ആദ്യം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടാവുമോ? സാധ്യതയുണ്ട്. കാരണം സ്റ്റീഫൻ നെടുമ്പള്ളിയെ മാത്രമേ ഇവർക്കൊക്കെ അറിയുള്ളൂ. ഈ ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ഒരു വലിയ സ്കെയിൽ ഇവർക്ക് അറിയില്ല. പക്ഷേ ടൊവിനോയുടെ ക്യാരക്ടർ അങ്ങനെ പറയേണ്ടി വരുന്നൊരു സാഹചര്യം എപ്പോഴാണ്? ഖുറേഷി അബ്രാമായി, അതായത് ലൂസിഫറായി ഇയാളുടെ മുമ്പിൽ വന്ന് നിൽക്കത്തക്ക രീതിയിലൊരു സിറ്റുവേഷൻ ഉണ്ടാവണമെങ്കിൽ അതിനെ മുൻകൂട്ടി അറിയുന്നത് എന്തിനാ, എപ്പോഴും തടയാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കാൻ പാകത്തിന് ജതിൻ രാംദാസിന് ഒരു ഫീല് വരണമെങ്കിൽ സ്റ്റീഫൻ്റെ കയ്യിൽ നിന്ന് അതിനുള്ള എന്തോ തെളിവ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോൾ സ്റ്റീഫൻ ആഞ്ഞടിക്കും എന്ന് പറയുന്ന ഒരു തോന്നൽ ഇയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് വെച്ചിട്ടായിരിക്കും ഇയാൾ പറയുന്നുണ്ടാവുക സ്റ്റീഫൻ്റെ കഥയിൽ നമ്മൾ അറിയാത്ത എന്തോ ഒന്നുണ്ടെന്ന്. പിന്നെ അഖണ്ഡ ശക്തി മോർച്ചയുടെ വാർത്തയൊക്കെ NPTV വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ന്യൂസ് ചാനലാണ്, അപ്പോൾ സ്വാഭാവികമായും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ കടന്നുകയറ്റം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും മീഡിയയിലും സംഭവിച്ചിട്ടുണ്ടല്ലോ, കേരളത്തിലും
നമ്മൾ നാഷണൽ വൈഡ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോകമെമ്പാടും ഇത് സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഒരു കടന്നുകയറ്റം NPTV ഉണ്ടാവുന്നുണ്ടെങ്കിലോ, ഞാൻ നേരത്തെ പറഞ്ഞു കബൂഗ ഗ്യാങ്ങിനെ സ്റ്റീഫൻ നെടുമ്പള്ളി അവിടെ ചെന്ന് തീർക്കുന്നുണ്ടെന്നുള്ളത്. നമ്മൾ ലൂസിഫറിന്റെ തുടക്കം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ കബൂഗയും അബ്രാം ഖുറേഷിയുടെ, അതായത് ഗോൾഡ് ഡയമണ്ട് നെക്സസും ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് വരുന്നു എന്നുള്ള രീതിയിൽ ഒരു സൂചന പറയുന്നുണ്ട്. ആ സമയത്താണ് മിഷേൽ ഫ്ലാഗ് ഇറ്റ് ഓഫ് എന്ന് ഇന്റർപോളിന്റെ ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത്. അത് നമ്മൾ ഇവിടെയാണ് കാണാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഈ കബൂഗ ഗ്യാങ്ങും അബ്രാം ഖുറേഷിയും തമ്മിലുള്ള ഫൈറ്റില്ലേ, ആ ഫൈറ്റ് നടക്കുന്ന സമയത്താണ് ഈ ഇന്റർപോളിന്റെ ഉദ്യോഗസ്ഥർക്കും ഒക്കെ വലിയൊരു റോളുള്ളത്. ഇയാൾ എന്തായിരുന്നു അല്ലെങ്കിൽ എന്തുമാത്രം കേപ്പബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീക്വൻസ് ആയിരിക്കും അതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും സ്റ്റീഫൻ നെടുമ്പള്ളി ഒരു പള്ളിക്കകത്തേക്ക് കയറി പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ കൂടെ സ്യൂട്ടൊക്കെ ധരിച്ചിട്ടുള്ള തോക്ക് പിടിച്ചിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പുറത്തായിട്ട് പള്ളിയുടെയൊക്കെ പുറത്തായിട്ട് അല്ലാതെ സിവിൽ ഡ്രസ്സ് പോലത്തെ സാധാ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുള്ള കുറേ ആൾക്കാർ തോക്കും പിടിച്ച് നിൽപ്പുണ്ട്. അത് കബൂഗ ഗ്യാങ് തന്നെയായിരിക്കും. എന്തായാലും കബൂഗ ഗ്യാങ്ങിനെയും തീർത്ത് ഇന്റർപോളിൻ്റെയും കണ്ണുവെട്ടിച്ച് അല്ലെങ്കിൽ CIA ഒക്കെ കണ്ണുവെട്ടിച്ച് സ്റ്റീഫൻ നെടുമ്പള്ളി നെഞ്ചും മിരിച്ചൊരു പോക്കുണ്ടാവും. ദൈവപുത്രൻ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ ആരെയാണ് വിളിക്കുക എന്ന് പറയുന്നൊരു ചോദ്യമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ IUF ASM ലയനം ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചേക്കാം. കേരളത്തെ വർഗീയമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് കൊച്ചു കൊച്ചു പോരുകൾ, ഈ പോരുകളാണല്ലോ പിന്നീട് കലാപങ്ങളായി മാറുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയോ, കാരണം മഞ്ജു വാര്യർ നിൽക്കുന്ന ഈ പറയുന്ന നെടുമ്പള്ളി ഡാം സംരക്ഷിക്കണം എന്ന് പറയുന്ന ആ ഒരു സമ്മേളന സ്ഥലം മുഴുവൻ തീ പിടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവരെ ശരിക്കും ഒറ്റപ്പെടുത്തുന്നുണ്ട്. അത്തരം സംഭവങ്ങളും നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു കലാപ സാധ്യതയ്ക്ക് തിരികൊളുത്താവുന്നതാണ്. പിന്നെ പൃഥ്വിരാജ് സയ്യിദ് മസൂദ് എന്ന് പറയുന്ന ഡയലോഗ് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ടാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഷോട്ടൊക്കെ വരുന്നത് ഇയാളുടെ ചൈൽഡ്ഹുഡിന് ഈ സിനിമയിൽ അത്രയധികം പ്രാധാന്യം വരുന്നതുകൊണ്ടാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ ഒരു വിദേശ രാജ്യത്താണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു ബോട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട്. തൊട്ടടുത്ത് ഗണ്ണൊക്കെ കയ്യിൽ പിടിച്ചിട്ടുള്ള ആളുകൾ നിൽപ്പുണ്ട്. അയാളപ്പോൾ ഒരു വിദേശ രാജ്യത്തേക്ക് ക്ഷണിക്കപ്പെടുന്നുണ്ട്. മിക്കവാറും അബ്രാം ഖുറേഷി തന്നെ ഇയാളെ വേറൊരു നാട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ടാവും. ഇതിൽ ഈ ഗോവർദ്ധൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഇയാൾ എന്തിനു സംരക്ഷിച്ചു എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഇയാളൊരു ലൂസിഫർ ആണ് എന്ന് പറയുന്ന കാര്യമൊക്കെ ഏകദേശം മനസ്സിലാക്കിയിട്ടില്ല, പക്ഷേ തെളിവുകൾ കിട്ടിയിട്ടില്ലാത്ത ഒരാളാണ് ഗോവർദ്ധൻ എന്ന് പറയുന്ന ക്യാരക്ടർ. എന്തിനായിരിക്കും അയാളെ സംരക്ഷിച്ചിട്ടുണ്ടാവുക? അവിടെ നമ്മൾ ഈ സിക്കാഡ പസിൽ എന്നൊക്കെ പറയുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതായത് ഇലുമിനാറ്റിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പസിൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു റിക്രൂട്ട്മെന്റ് നടന്നു എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിന് വലിയ തെളിവുകളൊന്നുമില്ല. പക്ഷേ ഈ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാന്മാർ ഏറ്റവും ആദ്യത്തെ കുറച്ച് ആളുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് ഈ പസിലിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഈ പസിൽ സോൾവ് ചെയ്ത് വന്ന ആളുകൾക്ക് കിട്ടിയ മെസ്സേജ് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് വേണ്ടത് ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളെയാണ്, ഫോളോവേഴ്സിനെ അല്ലാന്ന്. അതായത് ഒരു കാര്യം ഏറ്റവും പെട്ടെന്ന് എത്രയും കൃത്യവും വ്യക്തമായി ചെയ്തു തീർക്കാൻ പറ്റുന്ന അത്രയും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റിനെയാണ് അവർക്ക് ആവശ്യമെന്ന്. ഗോവർദ്ധൻ എന്ന് പറയുന്നയാൾ ഒരു സത്യാന്വേഷി എന്നുള്ള നിലയ്ക്ക് ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആണ്. അയാൾക്ക് വേറെ ആരുടെയും കയ്യിൽ കിട്ടിയിട്ടില്ലാത്ത, ഈവൻ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് പോലും ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത വിമൽ നായരുടെ എല്ലാ കൊള്ളരുതായ്മകളുടെയും രേഖകൾ സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈസ് ദ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ്. അങ്ങനെ ഒരാളെ ഇപ്പോൾ ഇലുമിനാറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ആൾക്ക് വളരെ ആവശ്യമാണ്. കാരണം കേരളത്തിൽ നടക്കുന്ന ഏതൊരു കാര്യത്തിൻ്റെയും അറ്റവും തുമ്പും മൂലയൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിനെ സ്റ്റോർ ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന അത്രയും ഭീകര ബ്രെയിൻ ഇയാളുടെ കയ്യിലുണ്ട്. അങ്ങനെ ഒരാളെ കൊന്നു കളയാന്ന് പറയുന്നത് അബദ്ധമാണ്. പ്രത്യേകിച്ച് ടുവേർഡ്സ് എൻഡ് ഇയാൾ എന്തായാലും കേരളം വിടുന്നുണ്ട്, സ്റ്റീഫൻ നെടുമ്പള്ളി. അപ്പോൾ ആ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അപഗ്രഥിച്ച് നിഗമനങ്ങളിൽ എത്താൻ പറ്റുന്ന ഒരാളെ അയാൾക്ക് അവിടെ ആവശ്യമാണ്. അപ്പോൾ അയാളെ ഒരു വിദേശ രാജ്യത്തേക്ക് വിളിച്ചു വരുത്തുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും, ഇത് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കലാപാഹ്വാനങ്ങളൊക്കെ നടക്കുന്നു എന്ന് പറയുന്ന ഒരു തിരിച്ചറിവൊക്കെ വന്നതിന് ശേഷം ഗോവർദ്ധനായിരിക്കും പറയുന്നത് തിരിച്ചു പോകും, നിങ്ങളുടെ നാടിനെ രക്ഷിക്കുമെന്ന്. പിന്നെ മുണ്ട് മടക്കി കുത്തി ബ്ലാക്ക് ഷർട്ട് ഇട്ട് വാടാ എന്ന് പറയുന്ന ലാലേട്ടനെ നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആർമി അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. സോ അയാളൊരു സ്റ്റീഫൻ നെടുമ്പള്ളി ആയിട്ടല്ല ആ നാട്ടിലേക്ക് വരുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി ആയിരിക്കും, പക്ഷേ അയാളുടെ ആ ഒരു അബ്രാം ഖുറേഷി സാധനങ്ങളുണ്ടല്ലോ, ആ ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്യുന്ന ആ ഒരു പരിപാടി, അയാൾ ബ്ലാക്ക് ഷർട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ വരുന്നത് ഹാഫ് അബ്രാം ഖുറേഷിയാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഷോട്ട്, ഖുറേഷി അബ്രാമിൻ്റെ KA എന്ന് എഴുതിയിട്ടുള്ള തോക്കുണ്ട്. ആ തോക്ക് ഒരു ഷോട്ട് ഗണ്ണാണ്. അത് ലോഡ് ചെയ്ത ശേഷം, ലോഡ് ചെയ്യുന്നത് ലാലേട്ടൻ്റെ കൈകളാണെന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, കൈ നമ്മൾ എത്ര കാലമായിട്ട് കാണുന്നു. അപ്പോൾ അദ്ദേഹം ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലോഡ് ചെയ്ത ഗൺ നേരെ പോകുന്നത് പൃഥ്വിരാജിൻ്റെ കയ്യിലേക്കാണ്. പൃഥ്വിരാജ് ഒരു ബ്ലാക്ക് കുർത്തയാണ് ധരിച്ചിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ട്രെയിലറിൻ്റെ അവസാനം ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇവർക്കെതിരെ ഓടി വരുന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ കയ്യിലുള്ളത് ഈ വാളും പരിപാടിയൊക്കെയാണ്. ഈ അബ്രാം ഖുറേഷി, സയ്യിദ് മസൂദ് ഡീൽ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് മോഡേൺ വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അവരെന്തിനാണ് ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് കുറേ വാളും പരിചയമൊക്കെയുള്ള ആളുകളോട് വെറുതെ പോരാടുന്നു എന്ന് പറയുന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ വന്നേക്കാം. അവരുടെ ബാക്ക് ഡ്രോപ്പ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഏതോ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പക്ഷേ ഇതെൻ്റെ വെറും ഒരു അസംഷനാണ്, ചിലപ്പം പാളിപ്പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അഖണ്ഡ ശക്തി മോർച്ച എന്ന് പറയുന്ന പാർട്ടിയില്ലേ, അവരുടെ ഒരു തുടക്കകാലമായിരിക്കാം സയ്യിദ് മസൂദിൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ സംഭവങ്ങൾ എന്നൊക്കെ
എന്നൊക്കെ പറയുന്നത്. ബൽരാജ് എന്ന് പറയുന്ന ഇവരെ കൊന്നൊടുക്കാൻ വേണ്ടി ഓടി നടന്നിരുന്ന അഭിമന്യു സിംഗ് അവതരിപ്പിക്കുന്ന കഥാപാത്രം പിന്നീടൊരു വലിയ ദേശീയ നേതാവായി മാറുന്നുണ്ടാവാം. IUFനെ വിഴുങ്ങുന്ന ASM എന്ന് പറയുന്ന ഒരു പാർട്ടിയായി അവർ വരുമ്പോൾ അവിടെ അഭിമന്യു സിംഗ് ഉണ്ടാവാം. ഇയാളാണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ ചരട് വലിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഖുറേഷി അബ്രാമിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് സയ്യിദ് മസൂദിനെ സംബന്ധിച്ചും ഇത് കുറച്ച് പേഴ്സണലാണ്. അവൻ്റെ ജീവനും ജീവിതവും ഇല്ലാതാക്കിയ ഒരാളാണ്. വർഷങ്ങൾക്ക് ശേഷം അയാളെ ഇങ്ങനൊരു അവസ്ഥയിൽ നേരിടാൻ കിട്ടിക്കഴിഞ്ഞാൽ സയ്യിദ് മസൂദ് കയറി പെരുക്കും. അപ്പോൾ ചിലപ്പോൾ ആയുധവും സന്നാഹവും ഒന്നുമില്ലാതെ അയാളെ ഇല്ലാതാക്കാം എന്ന് വിചാരിച്ച് അവർ പോകുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെറും അബദ്ധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലൂസിഫറിൽ മറ്റേ ബോട്ടിൽ വെച്ച് വലിയൊരു മല്ലൻ ആണാണെങ്കിൽ വാടാന്നൊക്കെ പറയുമ്പോൾ വെടിവെച്ച് തീർത്തിട്ട് ഇപ്പോൾ വളർക്കാം എന്ന് പറയുന്നൊരു ഭാവത്തിലാണ് പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നേരിട്ട് തല്ലി തീർക്കാം എന്ന് പറയുന്നൊരു പരിപാടിക്ക് അവർ ഇറങ്ങാൻ സാധ്യതയില്ല. പക്ഷേ പേഴ്സണൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഒരു പക്ഷേ ഖുറേഷി അബ്രാമും സയ്യിദ് മസൂദും ഒരുമിച്ച് ചേരുന്നത്, അവർ ഒരുമിച്ച് നീങ്ങാം എന്ന് തീരുമാനിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ രക്ഷിക്കൽ പരിപാടിയുടെ ഇടയിലായിരിക്കില്ല. അതും കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം മറ്റേതെങ്കിലും ഒരു കലാപഭൂമിയിൽ വെച്ച് തമ്മിൽ കാണുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നെ സംബന്ധിച്ച് വളരെ കൺഫ്യൂസിംഗ് ആയിരുന്നു ഈ സിനിമയുടെ ട്രെയിലർ എൻഡിങ് എന്ന് പറയുന്നത്. സിനിമയുടെ ട്രെയിലറിൽ നമ്മുടെ ബൈച്ചേട്ടൻ ഒരു നിരാശഭാവത്തിൽ നടന്നു വരുന്ന ഒരു ഷോട്ടുണ്ട്. പോയി പുല്ല്, ഇനി ഇത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലത്തെയൊക്കെയുള്ള കുറേ ഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ തോന്നി. എനിക്ക് തോന്നുന്നു IUFൻ്റെയും ASMൻ്റെയും ഈ ലയനം എന്നുള്ള രീതിയിൽ മറ്റേ സ്മൃതി സമ്മേളനം മാറുമ്പോൾ അയാളെപ്പോലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ, പ്രത്യേകിച്ച് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ഒപ്പം നിന്നിട്ടുള്ള ഈ പുറകിൽ നിന്ന് കുത്തുന്നവനൊക്കെ പണി കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് സഹിക്കാൻ പറ്റാത്തതായിരിക്കാം. പിന്നെ നമ്മുടെ ചുവന്ന ഡ്രാഗൺ ഡ്രസ്സിട്ട ചേട്ടൻ, പുള്ളി മിക്കവാറും ഈ കബൂഗ ഗാങ്ങിനെ തീർത്ത വകയിൽ അയാളുടെ ഒരുപാട് ഷിപ്മെൻറ്റുകൾ യക്കൂസ ഗാങ്ങിൻ്റെ കൂടി കൺട്രോളിൽ നിന്നിരുന്ന ഈ ഡ്രഗ് പരിപാടികൾ അത് ബ്ലോക്ക് ആവുന്നതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതാവാം. പിന്നെ ഈ കുട്ടികളെ രക്ഷിക്കുന്നതിലോട് ഇതിനോടൊക്കെ പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത കുട്ടികളോട് സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ ഖുറേഷി അബ്രാമിന് വല്ലാത്തൊരു അടുപ്പമുണ്ട്. ഒരു ഭ്രാന്തമായ സ്നേഹം എന്നൊക്കെ പറയുന്നത് പോലെ അവരെ തൊട്ട പുള്ളി സഹിക്കില്ല. നിങ്ങൾ ലൂസിഫറിലെ ഒരു സീൻ എടുത്ത് നോക്കിക്കോളൂ. റാഹേലമ്മ എന്ന് പറയുന്ന ഒരു കുട്ടി എസ്തച്ചൻ ഇപ്പോൾ പോകണ്ടെന്ന് അല്ലെങ്കിൽ അങ്ങനെ പോകണ്ടെന്നുള്ള രീതിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് വട്ടം പിടിക്കുമ്പോൾ പോലീസുകാരൻ പിടിച്ച് വലിച്ച് എറിയുന്നുണ്ട്. ഖുറേഷി അബ്രാം എന്ന് പറയുന്ന മനുഷ്യന്മാരെ കൊന്നെടുക്കാൻ ഒരു മടിയില്ലാത്തൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അയാളെ നോക്കുകയാണെങ്കിൽ അയാൾ കൊച്ചിനെ എണീപ്പിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഡയലോഗും പറഞ്ഞ് പോയാൽ മതി. പക്ഷേ അയാളുടെ പിള്ളേരെ തൊട്ട് കഴിഞ്ഞാൽ അയാൾ ഏത് റേഞ്ചിൽ മാറുമെന്ന് അറിയില്ല. അതായത് ഈ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ ഇയാൾ സ്റ്റീഫൻ നെടുമ്പള്ളിയായി ഇരിക്കുന്ന സ്പേസിൽ നിന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും ഖുറേഷി അബ്രാമായി മാറുന്ന മൊമെൻറ്റ് സംഭവിക്കുന്നത് അവിടെയാണ്. ഈ ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഇതേ പോലീസുകാരനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇയാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇയാളുടെ ഉള്ളിൽ ഈ ഖുറേഷി അബ്രാമിൻ്റെ ആ ഒരു കണ്ണിലെ തീയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആ എക്സാക്ട് സാധനം ഒരൊറ്റ നോട്ടത്തിലൊക്കെ ലാലേട്ടൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ സീനിലാണ്. അയാൾ അനാഥനായിരുന്നു, അനാഥമാക്കപ്പെട്ടൊരു ബാല്യമാണ്, അയാൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ള അനാഥ ബാല്യം അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അത്തരം കുട്ടികളെ സൃഷ്ടിക്കുന്ന വർഗീയ കലാപങ്ങൾ എന്നൊക്കെ പറയുന്നത് അയാളെ സംബന്ധിച്ച് വളരെ പേഴ്സണൽ ഒരു കാര്യമായിരിക്കും. സ്വാഭാവികമായും 10-15 വയസ്സുള്ള സയ്യിദ് മസൂദിനെ കാണുമ്പോഴും അവനിൽ കാണുന്നത് അയാളെ തന്നെയായിരിക്കും. ആൻഡ് ജതിൻ രാംദാസ് എങ്ങനെ ചതിക്കും, ഇയാൾ സ്റ്റീഫൻ എൻ്റെ ചേട്ടനാണെന്നൊക്കെ ഡയലോഗ് അടിച്ചല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ സിനിമയിൽ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ തന്നെ ടൊവിനോയുടെ ക്യാരക്ടർ പറയുന്നുണ്ട്, ഈ പാർട്ടിയോടോ PKRനോടോ എനിക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റ്സും ഇല്ലാന്ന്. അത്യാഗ്രഹം ഉണ്ടാവുമ്പോൾ പാർട്ടിയെ തള്ളിപ്പറയാന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് അത്ര വലിയ ഇമോഷണലി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. എന്തായാലും ഒരു കലാപത്തെ തുടർന്ന് നാട് വിടേണ്ടി വന്ന, കുടുംബാംഗങ്ങളെയൊക്കെ നഷ്ടപ്പെടേണ്ടി വന്ന, തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് പിന്നീട് രക്ഷിക്കപ്പെട്ട സയ്യിദ് മസൂദ് ഖുറേഷി അബ്രാമിനോടൊപ്പം ചേരുന്നത്, അവർ ഒരുമിച്ച് ചേർന്ന് നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസിൽ കബൂഗ ഗാങ്ങിനെ മുഴുവൻ ഇല്ലാതാക്കുന്നത്, അതിനുശേഷം PKRൻ്റെ ഒരു വിളിയോടുകൂടി അയാൾ കുറേ കാലത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നത് പോലെ കേരളത്തിലേക്ക് വരുന്നത്, അതിനുശേഷം കഴിഞ്ഞ 10 വർഷം അയാൾ എന്തൊക്കെ ചെയ്തു കൂട്ടി എന്നുള്ളത്, കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത്, അതിനുശേഷം അയാൾ തിരിച്ചു വന്നേ പറ്റൂ എന്ന് പറയുന്നൊരു മുന്നറിയിപ്പ് ഗോവർദ്ധനിൽ നിന്ന് കിട്ടുകയും തിരിച്ചു വരണമെന്ന ആവശ്യപ്പെടൽ പ്രിയദർശിനിയുടെ പക്കൽ നിന്നുണ്ടാവുകയും നേരിടേണ്ടി വരുന്നത് സ്വന്തം അനിയനെ പോലെ കരുതുന്ന ജതിൻ രാംദാസിനെ ആവേണ്ടി വരികയും, പക്ഷേ അതിനും മുൻപേ തീർക്കേണ്ട ഒരു വലിയ എതിരാളി, വർഗീയത എന്ന് പറയുന്ന ഒരു വലിയ എതിരാളി ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ആണിക്കല്ലായിരിക്കുന്ന ആളുകളെ അടിച്ചളക്കേണ്ടി വരുമ്പോൾ അവിടെ പഴയൊരു പേഴ്സണൽ കണക്ക് ബാക്കി കിടപ്പുണ്ട് എന്ന് സയ്യിദ് മസൂദിന് ഫീൽ ചെയ്യുകയും അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ആദ്യം പറയുന്നു, ട്രെയിലർ ഡീകോഡിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അസംഷൻ മാത്രമാണ്. ഇത് മുഴുവൻ പാളി പോണേ എന്ന് തന്നെയാണ് എൻ്റെ 100% പ്രാർത്ഥന. കാര്യം ഇത് മുഴുവൻ അതുപോലെ വരാനാണെങ്കിൽ അതിലൊരു സുഖമില്ല. അപ്പോൾ ഒരു ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആവട്ടെ എമ്പുരാൻ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. രാവിലെ 6 മണിക്കുള്ള ഫാൻ ഷോ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളും അതൊക്കെ ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ആകെ ഒരു വലിയ അപേക്ഷയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ട്രെയിലർ ഡീകോഡിങ് ചെയ്യുമ്പോൾ ഇത് മുഴുവൻ അസംഷൻസ് ആണ്. അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, അതായിരിക്കും, ഇതായിരിക്കും. പക്ഷേ
നാളെ പടം റിലീസായതിനു ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ പോയി ഇന്ന ആളാണ് ചുവന്ന ഡ്രാഗൺ ഇട്ടിട്ടുള്ള ആൾ, പിന്നെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ഈ സിനിമയുടെ സ്പോയിലേഴ്സ് വിളിച്ച് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കണേ എന്ന് പറയുന്നൊരു വലിയ റിക്വസ്റ്റ് ആണുള്ളത്. നാളെ സിനിമ റിലീസായതിനു ശേഷം റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും ഞാനും പ്രത്യേകം ശ്രദ്ധിക്കാം. കമൻറ്റ് ബോക്സിൽ സ്പോയിലർ വന്ന് പറയുന്നവനെ അപ്പം തന്നെ തൂക്കിയെടുത്ത് പുറത്തിടും. എല്ലാവരും സസ്പെൻസൊക്കെ കണ്ട് ഞെട്ടട്ടെ അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം.